ഹായ് മൈ ഡിയർ, ഈ കുഞ്ഞൻ ഗ്രെയിൻ ഇല്ലേ റാഗി, നല്ല നറിഷിംഗ് ആയിട്ടുള്ളൊരു ഗ്രെയിനാണ്. നമ്മളിത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുമല്ലോ, അവരുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. സ്ട്രോങ് ബോൺ ആൻഡ് ടീത്ത് ഡെവലപ്മെൻറ്റിന്. ഇറ്റ് ഈസ് റിച്ച് ഇൻ കാൽസ്യം, അയൺ ആൻഡ് ഫൈബർ. മുതിർന്നവർക്കും ഇത് ഒരുപോലെ നല്ലതാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഇന്ന് ഞാനിവിടെ റാഗി പൗഡർ കൊണ്ടൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാവാം, എന്നാലും ഒന്ന് കണ്ടു നോക്കണേ. അതിനായി ഞാനിവിടെ 2 കപ്പ് റാഗി പൗഡർ എടുക്കുന്നുണ്ട്. കറക്റ്റ് 2 കപ്പിനേ ഇതിനുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, വേണമെങ്കിൽ പിന്നീട് ചേർക്കാമല്ലോ. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കി നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. കൈകൊണ്ട് തൊടാൻ പരുവമാവുമ്പോൾ കുഴച്ചെടുക്കാം. സ്വീറ്റ്നേഴ്സ് ഒന്നും ചേർക്കാതെ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മളിവിടെ ചേർക്കുന്നത് കുറച്ച് ശർക്കരയും ബനാനയുമാണ്. ഈ നാച്ചുറൽ സ്വീറ്റ്നസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റിൽ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആണ്. 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഓരോന്നും 4ആയി കീറിയെടുത്ത് ചെറുതായി അരിയുകയാണ് ചെയ്തത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചിരകിയതുകൂടി എടുത്തു വെക്കാം. ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇതൊരു ബൗളിലേക്ക് എടുക്കാം. ഈ എടുക്കുന്ന ബനാനയ്ക്കും തേങ്ങയ്ക്കും ശർക്കരയ്ക്കും ഒന്നും പ്രത്യേകിച്ച് റേഷ്യോ ഒന്നുമില്ല. മധുരത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് എല്ലാം എടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനിയും കുറച്ച് കാഷ്യൂസ് ചേർക്കാം. ഞാനൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്യൂസ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇത് ഓപ്ഷണലാണേ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ തേങ്ങ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനിടയിൽ ഞാൻ റാഗി പൗഡർ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ബനാന കോക്കനട്ട് മിക്സ് എന്തായെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. ഞാൻ ജാഗറി പൗഡറാണ് ചേർക്കുന്നത്. മധുരത്തിന് ആവശ്യമായത് ചേർക്കാം. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, പഴത്തിൻ്റെ മധുരവുമുണ്ടല്ലോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോൾ സ്റ്റൗവിൽ നിന്നും മാറ്റാം. ഇനി അല്പം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3-4 ഏലക്ക പൊടിച്ച് ചേർക്കുകയാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ ഉരുളകളായി എടുത്ത് കയ്യിൽ തന്നെ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ട് പരത്താം. ഇനി കുറച്ച് ഫില്ലിങ് എടുത്ത് ഇതിലേക്ക് വെച്ച് സൈഡ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. ബാക്കിയെല്ലാം ഇങ്ങനെ ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായി ചെയ്ത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഓരോന്നും തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ പണി തീർക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വേഗം ബാക്കിയൊക്കെ ഫില്ലിങ് വെച്ച് ഉരുട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഫില്ലിങ് വെക്കുന്ന പണി പെട്ടെന്ന് തന്നെ തീർത്തു. ഇപ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റീം ചെയ്യാനായി നമ്മുടെ സ്റ്റഫ്ഡ് റാഗി വെച്ച് കൊടുത്തു. എല്ലാം ഹാഫ് മൂൺ ഷേപ്പിൽ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റഫ്ഡ് റാഗി പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ന്യൂട്രീഷ്യസുമാണ്. ആ ക്രസൻറ്റ് ഷേപ്പിലുള്ളതിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ.
അപ്പോൾ ഈ വലിയ നോമ്പിൽ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കൂ. I expect your support. Thanks for watching and bye for now.